രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുന്ന ഒരു അടിപൊളി ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നെക്സ്റ്റ് ഡേയിലേക്ക് ഉള്ള ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ബുള്ളിഷ് സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുന്ന ഒരു അടിപൊളി ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, മണി കൺട്രോളിൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ടെക്നിക്കുകളൊക്കെ കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഇങ്ങനെയുള്ള വീഡിയോ എത്തിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇപ്പോൾ മണി കൺട്രോളിൻ്റെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. ഈ ഹോം പേജിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഈ മാർക്കറ്റിൽ മാർക്കറ്റ് മൂവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം കേട്ടോ. മാർക്കറ്റ് മൂവേഴ്സ് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോട്ടോ, ഇതൊരു അടിപൊളി ടെക്നിക്കാണ്. മാർക്കറ്റ് മൂവേഴ്സ് എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ലോഡ് ചെയ്ത് വരട്ടെ കാണിച്ചു തരാം. അതിൽ OI ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. OI ട്രെൻഡ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. OI ട്രെൻഡ്സ് രണ്ടാമത്തെ ഓപ്ഷൻ, ടെക്നിക്കൽ ട്രെൻഡ്സ് കഴിഞ്ഞിട്ട് OI ട്രെൻഡ്സ് അവിടെ ക്ലിക്ക് ചെയ്ത് അത് ലോഡ് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ കാണാം ഇന്ന് മാർക്കറ്റ് 73% ബെയറിഷും 26% ബുള്ളിഷ് വരുന്നു. അപ്പോൾ ഇതിൽ എക്സ്ട്രീം ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അടുത്ത ദിവസത്തേക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇത് കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബെയറിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മൂന്നെണ്ണം എന്ത് ചെയ്യുക, ബെയറിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇത് അൺടിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വന്നു. അതിൽ ആക്റ്റീവ് ബൈയിങ്ങും സ്ട്രോങ് ബൈയിങ്ങും ഷോർട്ട് കവറിങ് നടന്നിരിക്കുന്ന സ്റ്റോക്കുകൾ മാത്രം ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, മണി കൺട്രോളിൽ നിങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഓരോ സ്റ്റോക്കുകളായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കാം കേട്ടോ. ഓരോ സ്റ്റോക്കുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്ത് താഴേക്ക് നോക്കുക. അതിൽ നോക്കുമ്പോൾ കാണാം എല്ലായിടത്തും ലോങ് ബിൽഡപ്പ് വന്ന സ്റ്റോക്കുകൾ മാക്സിമം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ നോട്ടെ ഫെഡറൽ ബാങ്ക്, അതുപോലെ തന്നെ ഹിൻഡാൽക്കോ, നാൽക്കോ ഒക്കെ നമുക്കിവിടെ കാണാം, ഈസി ആയിട്ട് കാണാൻ പറ്റും. L&T ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, കുറേ സ്റ്റോക്കുകൾ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് എടുക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെയിനായിട്ട് ഷോർട്ട് കവറിങ് നടന്നിരിക്കുന്നത് കേട്ടോ. ഷോർട്ട് ചെയ്താക്കാരം അത് കവർ ചെയ്യാൻ നോക്കിയേക്കായിരുന്നു. അതായത് ബുള്ളിഷ് ട്രെൻഡിലേക്കാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഷോർട്ട് കവറിങ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ന് ഇൻട്രാഡേ ബേസിൽ ഇന്ന് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. 3:10 വരെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലോങ് ബിൽഡപ്പ് ആയിരുന്നു. 3 വരെ ലോങ് അൺവൈൻഡിങ് ആയിരുന്നു. 3:10 അത് എന്ത് ചെയ്തു, ലോങ് ബിൽഡപ്പിലേക്ക് മാറി. അതിനുശേഷം കുറേ പ്രാവശ്യം ഷോർട്ട് കവറിങ് നടന്നുണ്ട്, പിന്നെ ലോങ് ബിൽഡപ്പ് നടന്നുണ്ട്, ഷോർട്ട് കവറിങ് നടന്നുണ്ട്. കൂടുതൽ ടൈമിന് ഷോർട്ട് കവറിങ് നടന്നിരിക്കുന്നത് കേട്ടോ ഈ സ്റ്റോക്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ തൊട്ടിപ്പുറത്തെ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ഉണ്ടോ, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ടൈം ഇതിൽ ലോങ് ബിൽഡപ്പാണ് നടന്നിരിക്കുന്നത് കേട്ടോ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. കാരണം അതായത് 9 തീയതി ലോങ് അൺവൈൻഡിങ്, പിന്നെ ഷോർട്ട് ബിൽഡപ്പ്, പിന്നെ 3 ദിവസം അടുപ്പിച്ച് 13, 14, 16 ഒക്കെ എന്താണ് ലോങ് ബിൽഡപ്പ് നടന്നിരിക്കുന്നത്. കുറച്ചുകൂടി നമ്മൾ പുറകോട്ട് നോക്കിയാൽ നമുക്ക് കൂടെ കാണാം കൂടുതലും ഷോർട്ട് കവറിങ് ലോങ് ബിൽഡപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ലോങ് ബിൽഡപ്പും ഷോർട്ട് കവറിങ്ങും നടന്നിരിക്കുന്ന സ്റ്റോക്കുകൾ വളരെ നല്ല സ്റ്റോക്കുകളാണ്. മനസ്സിലായത്, നല്ല സ്റ്റോക്ക് മീൻസ് ആ സ്റ്റോക്കുകൾ കൂടുതലും നടക്കുന്നത് എന്താണ്, ബൈയിങ് ആണ് നടക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് ദിവസം, കുറച്ച് 1 month or 2 months ഒക്കെ ആ സ്റ്റോക്കുകൾ മിക്കവാറും അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള ചാൻസാണ് കൂടുതൽ കാണുന്നത്. നമുക്ക് വേറൊരു സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതല്ലാതെ മറ്റൊരു സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു സ്റ്റോക്ക് എടുക്കുക നിങ്ങൾ, യൂണിയൻ ബാങ്കോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക്. ഇപ്പോൾ ജസ്റ്റ്